ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 85-ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ദത്തനും ജിത്തു അകത്തേക്ക് വന്നപ്പോൾ വർണ്ണയും മറ്റുള്ളവരും അടുക്കളയിൽ ചായ വയ്ക്കുന്ന തിരക്കിലാണ്. ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം. ചായ കുടിച്ചിട്ട് പോകാൻ ദത്താ? ഞങ്ങൾ വന്നിട്ട് കുളിക്കാം, വാടാ. അത് പറഞ്ഞ് ദത്തൻ ജിത്തുവിനെയും വിളിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. ആമിയെയും വീട്ടുകാരെയും നിശ്ചയത്തിന് കൂട്ടിക്കൊണ്ടുവരാൻ വന്നപ്പോൾ പാർത്തി ദത്തൻ്റെ ബുള്ളറ്റ് ജിത്തുവിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു. അത് കൊണ്ടുതരാൻ കൂടിയാണ് ജിത്തുവും കോകിലും വന്നിരുന്നത്. ദത്തൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തവൻ ജിത്തു അവൻ്റെ പിന്നിലായി കയറി. ഓഫീസിലെ കാര്യങ്ങൾ എങ്ങനെ പോന്നു? നിനക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പാർവതിയോട് പറഞ്ഞാൽ മതി കേട്ടോ. ഏയ് കുഴപ്പമൊന്നുമില്ല, എന്നാലും തുടക്കമല്ലേ, അതിൻ്റെ ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിള്. അപ്പോൾ നീ ഇനി ബിസിനസ്സിൽ ഇല്ലയെന്ന് തീരുമാനിച്ചാ? ജിത്തു സംശയത്തോടെ ചോദിച്ചു. ഇല്ലടാ, എൻ്റെ വഴി വേറെയല്ലേ. പിന്നെ ഇവിടുത്തെ ബ്രാഞ്ച് സ്റ്റാർട്ടിങ് അല്ലേ, അതുകൊണ്ട് മെയിൻ ഓഫീസ് പാലക്കാട് തന്നെ ആവട്ടെ എന്ന് കരുതി. 1 ഇയർ കഴിഞ്ഞ് ഇവിടെ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് മാറ്റാം. അവിടെ എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പാർവതിക്കും ബുദ്ധിമുട്ടായിരിക്കും. ഓരോന്ന് സംസാരിച്ച് അവർ കവലയിലെ സ്ഥിരം കലുങ്കിനടുത്തേക്ക് എത്തി. സാധാരണ ഗൗരവത്തിൽ ബുള്ളറ്റ് ചീറിപ്പാഞ്ഞ് പോവാറുള്ള ദത്തൻ ഇപ്പോൾ എല്ലാവരെയും കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കും. അതാ നാട്ടുകാരെ കുറച്ചൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയത്. ബുള്ളറ്റിൽ വന്നു നിന്ന ദത്തനെ കണ്ട് കലുങ്കിലിരുന്ന ഗ്യാങ് ആദ്യം ഒന്ന് ഞെട്ടി. ഇവൻ പറഞ്ഞിരുന്നു നീ ഉടൻ തന്നെ വരുമെന്ന്. നീ ആകെ മാറിപ്പോയല്ലോടാ ഈ കുറച്ച് ദിവസം കൊണ്ട്, മനു പറഞ്ഞു. എന്നാലും കല്യാണം കഴിഞ്ഞാൽ ചിലർ മാറുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവൻ്റെയൊക്കെ മാറ്റം വല്ലാത്തൊരു മാറ്റാണേ, മറ്റൊരുത്തനും പറഞ്ഞു. ഞാൻ മാത്രമല്ല, ഇനി നിങ്ങളും മാറാൻ പോവാണ് മക്കളെ. ദത്തൻ ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങി അവരുടെ അടുത്തായിരുന്നു. ഇനി എന്തു മാറാനാ, വെറുതെ കറങ്ങി തിരിഞ്ഞ് നടന്നിരുന്ന ഞങ്ങൾ അന്നത്തെ ആ വെട്ടുകേസിന് ശേഷം പണിക്ക് പോകാൻ തുടങ്ങിയില്ലേ. ദേ മനു ആണെങ്കിൽ അടുത്ത മാസം ഗൾഫിലും പോവും. സിമെൻ്റ് മണല് കയറ്റി മനുഷ്യൻ്റെ നടു ഒഴിഞ്ഞു. എന്നാൽ എല്ലാവരും ഇതങ്ങ് പിടിച്ചേക്ക്, എന്നിട്ട് നാളെ രാവിലെ തന്നെ കുളിച്ച് കുട്ടപ്പനായി വരാൻ നോക്ക്. 6 പേരുടെയും കയ്യിലേക്ക് ഓരോ എൻവലപ്പ് വെച്ചുകൊണ്ട് ദത്തൻ പറഞ്ഞു. ഇതെന്താ കല്യാണക്കാടാ, നീ വീണ്ടും കെട്ടാൻ തീരുമാനിച്ചോടോ? ഡാഷ് മോനെ, അത് തുറന്നു വായിക്കടാ. ഓ, ഗെറ്റപ്പ് മാത്രമേ മാറിയിട്ടുള്ളൂ, വായിൽ നിന്ന് വരുന്നത് മൊത്തം പണ്ടത്തെ ആ പുളിച്ചു തെറി തന്നെയാ. ഒരുത്തൻ ചെവി ഒന്ന് കുടഞ്ഞുകൊണ്ട് എൻവലപ്പ് തുറന്നു നോക്കി. അപ്പോയിൻമെൻ്റ് ഓർഡറോ? 6 പേരും ഞെട്ടി എണീറ്റു. എന്താ മക്കൾ, അങ്ങനെ ഒരു വാക്ക് ഇതുവരെ കേട്ടിട്ടില്ലേ? പാലക്കൽ എക്സ്പോർട്ടിങ്ങിൽ 6 പേർക്കും ജോലി. എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ജിത്തു പറഞ്ഞു തരും. ഇനി മണല് സിമെൻ്റൊക്കെ ഏറ്റി കഷ്ടപ്പെടണ്ട. ദത്ത, പക്ഷേ എനിക്ക് വിസ ശരിയായിട്ടുണ്ടടാ. അതിനെന്താ, നന്നായി വർക്ക് ചെയ്താൽ ഈ ജോബിൽ പ്രമോഷൻ കിട്ടും. പിന്നെന്തിനാ നീ വീടും നാടൊക്കെ വിട്ട് അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടുന്നേ? അതല്ലടാ, ഇനി നിനക്ക് പോയേ തീരുന്നാണെങ്കിൽ പൊക്കോളൂ. നീ അവിടെ പോയി ഒരു 3-4 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും അനുവിനെ വല്ല നല്ല ചക്കന്മാർ കെട്ടിക്കൊണ്ട് പോകും. പിന്നെ ഇവിടെ ഇരുന്ന് മുങ്ങിയിട്ട് കാര്യമില്ല. ദത്തൻ അതുകൂടെ പറഞ്ഞു. മനു ഫ്ലാറ്റ്. എന്നാ ഞാൻ പോണില്ല. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ നാട്, നമ്മുടെ ഈ വീട്, ഇവിടുത്തെ ശുദ്ധവായു, ഇതൊന്നും അവിടെ കിട്ടില്ലല്ലോ. അതെ അതെ, പിന്നെ എനിക്ക് നിന്നെയും കൊണ്ട് ഒരു ആവശ്യം കൂടി ഉണ്ട്. നിനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അതോടെ നീ രക്ഷപ്പെടും. എന്താടാ, എന്താ കാര്യം? അതൊക്കെ സമയമാകുമ്പോൾ പറയാം. നേരെ ഇരുട്ടായി, മക്കൾസ് വേഗം വീട്ട് പിടിക്കാൻ നോക്ക്. വെറുതെ ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയണ്ട. എടാ മരു, ആരാ ഈ പറയുന്നതെന്ന് നോക്കിയേ. പാതിരാത്രി ആയാലും വീട്ടിൽ കയറാതിരുന്ന ദത്തനായി പറയണേ. കൂട്ടത്തിൽ ഒരുവൻ കളിയാക്കി. അതൊക്കെ പണ്ടല്ലേ മക്കളെ, നിങ്ങളിപ്പോൾ പോവാൻ നോക്ക്. അത് പറഞ്ഞ് ദത്തൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. ജിത്തുവും കയറിയതും അവൻ വണ്ടി മുന്നോട്ടെടുത്തു. നേരെ സന്ധ്യ ആയതുകൊണ്ട് ദത്തൻ തൻ്റെ കാറിൽ ജിത്തുവിനെയും കോകിലെയും അനുവിനെയും വേണിയെയും വീട്ടിൽ കൊണ്ടാക്കി. തിരിച്ചു വരുന്ന വഴി രാത്രിയിലേക്കുള്ള ഭക്ഷണവും വാങ്ങിയാണ് വന്നത്.
വർണ്ണ മുറ്റത്തെ സ്റ്റെപ്പിലിരുന്ന് ഫോൺ ചെയ്യാണ്. അവളുടെ സംസാരത്തിൽ നിന്ന് തന്നെ മറുഭാഗത്ത് ഭദ്രയും ശീലമാണെന്ന് മനസ്സിലായി. അവൻ റൂമിൽ പോയി ഒരു തോർത്തും എടുത്ത് കുളിക്കാനായി പുഴക്കടവിലേക്ക് പോയി. അവൻ പോകുന്നത് വർണ്ണ കണ്ടുവെങ്കിലും ചിലപ്പോൾ കൂടെ പോയാൽ അവൻ കുളിക്കാൻ പറയുന്നത് കൊണ്ട് അവൾ അവിടെ തന്നെ ഇരുന്നു. ദത്തൻ കുളി കഴിഞ്ഞു വന്ന് ഡ്രസ്സ് മാറ്റി വർണ്ണയുടെ അരികിലായിരുന്നു. കുളിക്കുന്നില്ലേ അവോ? ദത്തൻ അവളെ നോക്കി ചോദിച്ചു. ഞാൻ രാവിലെ കുളിച്ചതാ. ഒരു ദിവസം ഒരു തവണ കുളിച്ചാൽ മതി എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ എൻ്റെ കുട്ടിക്ക് മടിയുണ്ടല്ലോ അല്ലേ? എനിക്ക് വയ്യ ദത്ത, തണുക്കും. അവൾ ചെനിങ്ങിക്കൊണ്ട് ദത്തൻ്റെ തോളിലേക്ക് തല വെച്ചിരുന്നു. എന്നു മുതലാ എൻ്റെ കുഞ്ഞിന് കോളേജിൽ പോകുന്നേ? അയ്യോ, അടുക്കള വാതിൽ അടയ്ക്കാൻ മറന്നു തോന്നുന്നു. ഞാൻ പോയി നോക്കട്ടെ കേട്ടാ. അത് പറഞ്ഞ് വർണ്ണാകത്തേക്ക് പോയി. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ദത്തൻ ബെഡ് റെസ്റ്റ് ചാരിയിരുന്ന് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് വർണ്ണയും ഫോണിലിരുന്ന് കളിക്കുകയാണ്. കുഞ്ഞെ, അപ്പുറത്തെ റൂമിൽ പോയിരുന്ന ടേബിളിന് മുകളിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അതെടുത്തിട്ട് വാടാന്ന്. ഷോ, അത് നാളെ എടുത്തോ പോരെ? ദത്തൻ്റെ പൊന്നല്ലടാ, പോയി നിന്ന് എടുത്തിട്ട് വാടാ. അത് പറഞ്ഞ് അവൻ കീ അവൾക്ക് കൊടുത്തു. വർണ്ണ മടിയോടെ എണീറ്റ് പുറത്തേക്ക് നടന്നു. എന്തു സാധനം ദത്ത എടുക്കണ്ടേ? അതവിടെ എത്തുമ്പോൾ നിനക്ക് മനസ്സിലാവും. അതെന്താ സാധനത്തിന് പേരില്ലേ? പോയി നോക്കി കൂരട്ടെ. ദത്തൻ്റെ ശബ്ദം ഉയർന്ന് വർണ്ണ പുറത്തുകൊണ്ട് ആ റൂമിലേക്ക് നടന്നു. കീ ഉപയോഗിച്ച് വർണ്ണ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയതും വർണ്ണയുടെ കണ്ണുകൾ വിടർന്നു. റൂമിലാകെ നീല വെളിച്ചം. റൂമിൻ്റെ സെൻറ്ററിലായി താഴെ ഒരു ബെഡ്, അതിന് ചുറ്റും നെറ്റ് കൊണ്ട് മറച്ചിരിക്കുന്നു. ബെഡിലാകെ റോസാപ്പൂ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. മൊത്തം ഒരു റൊമാൻറ്റിക് മൂഡ്. മുറിയിലാകെ ചെമ്പകത്തിൻ്റെ ചെറിയ ഗന്ധം നിറഞ്ഞു നിൽക്കുന്നു. ഒരു ഭാഗത്തായിട്ട് ബ്ലൂടൂത്തിൽ നിന്ന് ചെറിയ ശബ്ദത്തിൽ പാട്ട് ഉയരുന്നു. ദത്തൻ്റെ സാമീപ്യം തൊട്ടടുത്തറിഞ്ഞതും അവൾ വിറയലോടെ അവനെ തിരിഞ്ഞു നോക്കി. അവളുടെ മുഖഭാവം കണ്ട് ദത്തൻ എന്താ എന്ന രീതിയിൽ പുരുകുയർത്തി. ചോദിച്ചതും അവൾ ഒന്നുമില്ല എന്ന രീതിയിൽ തോളനക്കി. ദത്തൻ തനിക്ക് നേരെ നിന്നിരുന്ന അവളെ തിരിച്ചു നിർത്തി. അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റിപ്പിടിച്ച് തോളിൽ താടി ഊന്നി നിന്നു. ഇഷ്ടായോ അത്? ദത്തൻ റൂമും മൊത്തം നോക്കിക്കൊണ്ട് ചോദിച്ചു. അവളൊന്ന് മൂളി. ദത്തൻ ഡോറ് ലോക്ക് ചെയ്ത് അവളുടെ കൈയും പിടിച്ച് ബെഡിനരികിലേക്ക് വന്നു. താഴെയായി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബെഡിൽ വർണ്ണയെ ഇരുത്തി അടുത്തായി ദത്തനായിരുന്നു. എന്താണ് അങ്ങനെ നോക്കണേ? അവൾ വീണ്ടും തോളാനക്കി. പേടിയുണ്ട് എൻ്റെ കുട്ടിക്ക്? ദത്തൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു. ആ സമയം വർണ്ണയുടെ നോട്ടം മുഴുവൻ അവൻ്റെ കണ്ണുകളിലായിരുന്നു. അതിൽ നിറഞ്ഞു നിന്നിരുന്നത് അവളോടുള്ള പ്രണയം മാത്രമായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ നോക്കി തന്നെ അവൾ ഒന്നുമില്ല എന്ന രീതിയിൽ തലയാട്ടി. പിന്നെന്താ എൻ്റെ ദേവുട്ടി ഇങ്ങനെ അന്തം വിട്ടിരിക്കണേ? ദത്തൻ അത് ചോദിച്ചതും വർണ്ണ അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് നെഞ്ചിലേക്ക് മുഖം ചേർത്തു. എന്നെ വിട്ട് പിടിക്കുമ്പോൾ പോലെ ദത്ത, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. എനിക്ക് പേടിയാ. എന്നോടുള്ള സ്നേഹം ഒരിക്കലും കുറയില്ല ദത്ത. വർണ്ണ പറഞ്ഞുകൊണ്ടിരുന്നതും ദത്തൻ അവളെ തന്നെ നടത്തി മാറ്റി. അഭിജിത്തിന് ഓർമ്മ വന്നു എൻ്റെ കുട്ടിക്ക്? ദത്തൻ അവളുടെ കവളി തട്ടിക്കൊണ്ട് ചോദിച്ചു. പേടിക്കണ്ടടാ, ഞാനുണ്ടല്ലോടാ കണ്ണ. പിന്നെ എന്തിനാ എൻ്റെ കുട്ടി ഇങ്ങനെ പേടിക്കണേ? പേടിക്കണ്ട കേട്ടോ, ഉറങ്ങിക്കോ. ദത്തൻ അവളെ ബെഡിലേക്ക് കിടക്കാൻ നിന്ന് വർണ്ണ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. എന്താടാ? എനിക്ക് ഉറങ്ങണ്ട, ഉറക്കം വരുന്നില്ല. പിന്നെ? ദത്തൻ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. വർണ്ണ അവനെ നോക്കി പേടിപ്പിച്ചു. വൈൻ വേണോ? ദത്തൻ അവളുടെ കാതിൽ സ്വകാര്യമായി ചോദിച്ചതും അവൾ ആകാംക്ഷയോടെ തലയാട്ടി. ദത്തൻ എണീറ്റ് ടേബിളിന് മുകളിൽ നിന്നും വൈൻ ബോട്ടിലും ഗ്ലാസ്സും എടുത്ത് വർണ്ണയുടെ അരികിലിരുന്നു. ദത്തൻ ബോട്ടിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതും വർണ്ണ അത് വാങ്ങി ചുണ്ടോട് ചേർത്തു. അയ്യേ, ഇതെന്തൊരു ചവർപ്പ്, ഒരു രസമില്ല. അവൾ ഒരു സിപ്പ് എടുത്ത് മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ നീ എന്താ കരുതി ഇത് ജ്യൂസാന്നാ? വൈനെന്ന് പറഞ്ഞാൽ തന്നെ ടേസ്റ്റ് ചവർപ്പല്ലേ? ടേസ്റ്റാ?
അതും ഇത് എനിക്കൊന്നും വേണ്ട, നീ തന്നെ എടുത്തോ. അത് പറഞ്ഞ് അവൾ ഗ്ലാസ് ദത്തൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. എടുക്കട്ടെ ഞാൻ? ദത്തൻ വല്ലാത്തൊരു ഭാവത്തിൽ ചോദിച്ചു. വർണ്ണയുടെ നെഞ്ചെടുപ്പ് അതിവേഗത്തിലായി. എന്ത് വൈൻ? അവനൊരു കള്ളച്ചിരിയോട് ചോദിച്ചു. വർണ്ണ ശ്വാസം ഒന്ന് നേരെ വിട്ടു. എടുത്തോ, എനിക്കെന്താ? ദത്തൻ കയ്യിലെ വൈൻ ബോട്ടിലും ഗ്ലാസും താഴെ ബെഡിലേക്ക് മാറ്റി വെച്ചു. ശേഷം വർണ്ണയ്ക്ക് നേരെ തിരിഞ്ഞു നിന്നതും അവൾ സംശയത്തോടെ അവനെ നോക്കി. ഞാൻ എടുക്കാൻ പോവുക, പിന്നെ തരില്ല എന്ന് പറയരുത്. അത് കേട്ടും വർണ്ണ പിന്നിലേക്ക് അല്പം നീങ്ങി. ദത്ത, അവൾ വിറയലോടെ വിളിച്ചു. അവളുടെ അരികിലേക്ക് നീങ്ങിക്കൊണ്ട് ദത്തൻ മൂളി. ഒപ്പം അവൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് തൻ്റെ മടിയിലേക്ക് കൈ ചേർത്തി. ക്യാൻ ഐ ടേസ്റ്റ്? ദത്തൻ അവളുടെ മുഖത്തേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചതും വർണ്ണയുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. ദത്തൻ പതിയെ അവളുടെ അധരങ്ങളിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്തു. അവളുടെ കീഴ്ചുണ്ടിലായി പറ്റിപ്പിടിച്ചിരിക്കുന്ന വൈൻ നുകർന്നെടുത്തു. വളരെ ശാന്തമായി അവൻ അവളുടെ കീഴ്ചുണ്ടിനെ നുകർന്നുകൊണ്ടിരുന്നു. ഒപ്പം ദത്തൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ മുറുകി. ശ്വാസം കിട്ടാതെയായതും വർണ്ണ ഒന്ന് പിടഞ്ഞു. അതോടെ ദത്തൻ അവളെ മോദിപ്പിച്ചു. വർണ്ണ. അവൻ്റെ വശ്യമായ വിളിയിൽ അവളും ഒന്ന് വിറച്ചുപോയി. എനിക്കിപ്പോഴും ഇതൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നുന്നേ. ആർക്കും വേണ്ടാതെ തെമ്മാടിയായിരുന്ന ദത്തനെ എന്ത് വിശ്വസിച്ചിട്ട പെണ്ണെ നീ ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വന്നേ? ഇവിടെയുള്ള ആണുങ്ങൾ പോലും എൻ്റെ മുന്നിൽ ഈ വീടിൻ്റെ പരിസരത്ത് എന്നെ പേടിച്ചു വരുമായിരുന്നില്ല. അങ്ങനെയുള്ള ഇവിടേക്ക് ഒരു കൂസലും ഇല്ലാതെ നീ കയറി വന്നത്. ആദ്യമൊക്കെ എനിക്കൊരു ശല്യമായിരുന്നു നീ. പിന്നെപ്പോഴോ നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പുറത്ത് പോകുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലൊരു പേടിയായിരുന്നു, നിനക്കെന്തെങ്കിലും അപകടം പറ്റുമെന്ന്. അതുകൊണ്ട് പോകുന്നിടത്ത് സമാധാനം കിട്ടാതെ ഇവിടേക്ക് തിരിച്ചു വരും. എൻ്റെ കൂടെ എപ്പോഴും നടക്കുന്ന കൂട്ടുകാർ പോലും എന്നെ എതിർത്ത് സംസാരിക്കാറില്ല. ആ സ്ഥാനത്ത് ഒരു പരിചയമില്ലാത്ത നീ എന്നോട് വെറുതെ അടിയുണ്ടാക്കാൻ വരുമായിരുന്നു. അതെനിക്കൊരു കൗതുകമായിരുന്നു. പിന്നെ പിന്നെ നിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. നിൻ്റെ സംസാരം, നോട്ടം, ചിരി എല്ലാം പതിയെ ഞാൻ പോലും അറിയാതെ നിന്നിലേക്ക് അടുത്തു. ഇപ്പം പിരിയാൻ കഴിയാത്ത വിധം നിന്നിലേക്ക് അടുത്തു. എനിക്ക് നിന്നോടിപ്പോൾ പ്രണയമല്ല, ഒരു തരം പ്രാന്താ, ഒരിക്കലും അടങ്ങാത്ത പ്രാന്ത്. നിന്നെ എത്ര സ്നേഹിച്ചാലും തീരാത്ത പ്രാന്ത്. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ലോകത്തെ സ്നേഹിക്കുന്നത് നിന്നെയാടാ. പക്ഷേ അതെങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അത് പറഞ്ഞ ദത്തൻ അവളെ ഇറുക്കി പുണർന്നു. അതിനോടൊപ്പം ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല ദത്ത, നിൻ്റെ സ്നേഹത്തിന് എനിക്ക് അർഹതയുണ്ടോയെന്ന്. അത്രമാത്രം നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒരു ഭർത്താവ് എന്നതിനേക്കാൾ ഉപരി നീ എൻ്റെ ആരൊക്കെയോ ആണ്. പറഞ്ഞവസാനിപ്പിക്കുമ്പോഴേക്കും പറഞ്ഞ ശരിക്കും കരഞ്ഞു പോയിരുന്നു. അയ്യേ, ദത്തൻ്റെ കുട്ടി കരയാണോ? കരച്ചിൽ നിർത്തിയേ. ദത്തൻ അത് പറഞ്ഞ തള്ളവിരൽ കൊണ്ട് അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. എന്നോട് കരയണ്ടെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ ദത്ത കരയണേ? അവൻ്റെ നിറഞ്ഞ മിഴുക കണ്ടവൾ ചോദിച്ചു. സന്തോഷം കണ്ട. വർണ്ണ ഒന്ന് ഉയർന്ന് അവൻ്റെ ഇരു കണ്ണിലെ ഉമ്മ വെച്ചു. എനിക്ക് വേണം ദേവൂട്ടി നിന്നെ, എൻ്റെ മാത്രമായിട്ട്. ഈ ദത്തൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാം പാതിയായി ഈ ജന്മത്തിൽ മാത്രമല്ല, ഇനി എത്ര ജന്മമുണ്ടോ ആ ജന്മത്തിലെല്ലാം വേണം. നിൻ്റെ താലിയുടെ, നിൻ്റെ ശരീരത്തിലെ ഓരോ അണുവിൻ്റെ അവകാശി ഈ ദേവദത്ത മാത്രമായിരിക്കണം. അത്രയ്ക്കും പ്രാന്ത പെണ്ണ നീ എനിക്ക്. എൻ്റെ സിരകളിൽ ആകെ പടർന്നു കയറിയ പ്രാന്ത് ഞാൻ സ്വന്താക്കുക. അത് പറഞ്ഞ് ദത്തൻ അവളെ ബെഡിലേക്ക് കിടത്തി. ഇരുവരുടെയും ഹൃദയമെടുപ്പ് നന്നായി ഉയർന്നു. ദേവു, നീ ഓക്കെ അല്ലേ? ദത്തൻ അവളെ നോക്കി ചോദിച്ചു. വർണ്ണ അവൻ്റെ നെറ്റിയിലൊന്ന് ഉമ്മ വെച്ചു. ദത്തൻ അവളുടെ മേൽ കൈകുത്തി നിന്ന് വർണ്ണയുടെ സീമന്ത രേഖയിൽ തൻ്റെ സ്നേഹമുദ്രണം പതിപ്പിച്ചു. ശേഷം പതിയെ അവൻ്റെ ചുണ്ടുകൾ മൂക്കിലൂടെ ഉരസി അവളുടെ ആദരങ്ങളിൽ വന്നു നിന്നു. ദത്തൻ അവളുടെ കീഴ്ചുണ്ടിനെ മാറി മാറി നുകർന്ന് പതിയെ
കടിച്ചതും വർണ്ണ ഒന്ന് ഉയർന്നു പൊങ്ങി. ദത്തൻ അവളുടെ ഇരു സൈഡിലും കൈവച്ചിരുന്ന് തൻ്റെ വിരൽ കോർത്ത് ഗാഢമായി അവളെ ചുംബിച്ചു. ചുംബനത്തിൻ്റെ തീവ്രത കൂടി വന്നതും അവളുടെ നാവുകൾ തമ്മിൽ കെട്ടുപിണഞ്ഞു. പരസ്പരം ഉമിനീരും രക്തവും കലർന്നു. അവൻ അവളുടെ മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന താൻ ചാർത്തിയ ആരിലെ തലയിൽ മുത്തമിട്ടു. ശേഷം അത് കടിച്ചൊരു ഭാഗത്തേക്ക് നീക്കി. അവൻ്റെ മുഖം അവളുടെ അണിവയറിലായി ചുറ്റിക്കിടക്കുന്ന അരഞ്ഞാണത്തിലേക്കാണ് പോയത്. പതിയെ അവർക്കിടയിലുണ്ടായിരുന്ന വസ്ത്രങ്ങളുടെ മറയില്ലാതായതും വർണ്ണ നാണത്തോടെ തിരിഞ്ഞു കിടന്നു. ദത്തൻ അവളുടെ നഗ്നമായ പുറത്ത് മുഖം ഉരಸಿ അവളുടെ പിൻകഴുത്തിലായി താടി കൊണ്ട് കിളിയാക്കി. അതോടെ വർണ്ണയിൽ വല്ലാത്തൊരു പരവേശം നിറഞ്ഞു. ദത്തൻ അവളെ തനിക്ക് നേരെ തിരിച്ചു കിടത്തി. അവളുടെ ഓരോ അണുവിനെയും ദത്തൻ തൻ്റെ ചുണ്ടുകളാൽ ഉണർത്തിയെടുത്തു. ഇരുവരെയും ശ്വാസനിശ്വാസങ്ങൾ ആ മുറിയിൽ ഉയർന്നു. രാത്രിയുടെ ഏതോ യാമത്തിൽ ദത്തൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. അവൾ ഇടറിയ ശബ്ദത്തിൽ വിളിച്ചതും അവളുടെ വേദന ശമിപ്പിക്കാനെന്നോണം ദത്തൻ അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ അധരങ്ങൾ ചേർത്തു. വേദനയിലും അവർ പ്രണയത്തിൻ്റെ സുഖം അറിഞ്ഞു. പരസ്പരം ശരീരവും ആത്മാവും മനസ്സും എല്ലാം ഒന്നായ നിമിഷം. അവസാനം ദത്തൻ ഒരു തളർച്ചയോടെ അവളുടെ മാറിലേക്ക് വീണു. വർണ്ണ അവനെ ഇരു കൈകൾ കൊണ്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അപ്പോൾ ഇരുവരും വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. വേദനിച്ചോന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം എനിക്കറിയാം ഫസ്റ്റ് ടൈം നല്ല പെയിനായിരിക്കുമെന്ന്. ദത്തൻ അവളുടെ നിറഞ്ഞ മിഴികളിൽ ചുണ്ട് ചേർത്തുകൊണ്ട് പറഞ്ഞു. മറുപടിയായി അവളെ അവനെ തന്നിലേക്ക് ചേർത്ത് പിടിക്കുക മാത്രം ചെയ്തു. ഇതാണ് നമ്മുടെ ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെൻറ്റ്, ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് ദത്തൻ പറഞ്ഞു. കുറച്ചു നേരത്തിന് ശേഷം ദത്തൻ ബെഡിലേക്ക് ഇറങ്ങിക്കിടന്നു വർണ്ണയെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. വർണ്ണ തൻ്റെ ഡ്രസ്സിനായി പരത്തിയെങ്കിലും ദത്തൻ അതിന് സമ്മതിച്ചില്ല. അത് വേണ്ട, ഇന്ന് പുലരോളം നീ എൻ്റെ കൂടെ ഇങ്ങനെ വേണം. പുതപ്പ് അവളുടെ മാറോളം പുതപ്പിച്ചുകൊണ്ട് ദത്തൻ പറഞ്ഞു. ദത്ത, എന്താണ് വയ്യേ, ക്ഷീണിച്ചോ? അവൻ ടെൻഷനോടെ ചോദിച്ചു. ഇല്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെയുണ്ടല്ലോ, ഇതൊന്നും സിനിമയിൽ കാണുന്ന പോലെ അത്ര എളുപ്പമല്ല അല്ലേ? അവൾ ചെറിയ ചമ്മലോടെ ചോദിച്ചു. ദത്തൻ അവളെ തല ചേച്ച് നോക്കി. അതിന് നീ ഏത് സിനിമയിലാണ് കണ്ടേ? മായാനദി, അർജുൻ റെഡ്ഡി, ആദിത്യവർമ്മ, ആഫ്റ്റർ. അവളൊരു വളിച്ച ചിരിയോടെ പറഞ്ഞു. ദത്തൻ അവളെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. 32 വയസ്സുള്ള ഞാനും 20 വയസ്സുള്ള നീയും ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടാൻ ചാൻസ് ഇല്ലാത്ത രണ്ടുപേര് പെട്ടെന്ന് ഒരു ദിവസം കല്യാണം കഴിക്കണു, പിന്നെ സ്നേഹിക്കണു. ഇനി അടുത്ത ജന്മത്തിൽ ഇത്ര ലേറ്റ് ആക്കണ്ട കേട്ടാ, വേഗം തന്നെ എൻ്റെ അടുത്തേക്ക് ഓടി വന്നേക്കണം. ഞാൻ നോക്കിക്കോളാം എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ. ദത്തൻ അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. അതെങ്ങനെയാ ദത്ത? അപ്പം ഞാൻ ചെറിയ കുട്ടിയായിരിക്കില്ലേ? അത് സാരില്ല, ഞാൻ ഈ കുഞ്ഞിപ്പെണ്ണിനെ ആരും കാണാതെ എടുത്തുകൊണ്ട് കൂടും. വേറെ ആരും സ്നേഹിക്കണ്ട, ഞാൻ മാത്രം സ്നേഹിച്ചാൽ മതി. അവൻ കളിയായി പറഞ്ഞു. അത് കേട്ട് വർണ്ണ ഉറക്കെ ചിരിച്ചു. ഇങ്ങനെ ചിരിക്കല്ല പെണ്ണെ, ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, കൺട്രോള് മൊത്തം പോയി കിടക്കട്ടാ. ഇപ്പോൾ ചിരിച്ചാൽ ഈ അവസ്ഥയിൽ എൻ്റെ കുഞ്ഞിനെ താങ്ങാൻ കഴിഞ്ഞൊന്നും വരില്ല. അത് കേട്ട് വർണ്ണയുടെ ഹൃദയമെടുപ്പ് വർദ്ധിച്ചു. ഇങ്ങനിപ്പോൾ പേടിക്കല്ല എൻ്റെ കുഞ്ഞ്, ഞാൻ വെറുതെ പറഞ്ഞതാ. അത് മനസ്സിലാക്കിയ ദത്തൻ പറഞ്ഞു. അഴിഞ്ഞുലഞ്ഞ അവളുടെ മുടിയും നെറ്റിയിൽ പടർന്ന സിന്ദൂരം വിയർപ്പിനാൽ കുതിർന്ന അവളുടെ മുഖവും ദത്തൻ ഒരു നിമിഷം നോക്കി കിടന്നു. അവൾ എന്താ എന്ന രീതിയിൽ പുരുകുയർത്തി. സോറി, ഒരുപാട് വേദനിച്ചൂലേ? അവളുടെ നഗ്നമായ തോളിലൂടെ കഴുത്തിലൂടെ പതിഞ്ഞു കിടക്കുന്ന തൻ്റെ പല്ലിൻ്റെ അടയാളങ്ങളിലൂടെ വിരലിലോട് ചുണ്ട് ദത്തൻ ചോദിച്ചു. കാരണം ഒരു പുഞ്ചിരിയോടെ അവൻ്റെ ഉള്ളം കൈയിലും വെച്ച് അവനിലേക്ക് ചേർന്ന് കിടന്നു. അവൻ്റെ നെഞ്ചിലെ ചൂടേറ്റ് വർണ്ണ എപ്പോഴും ഉറങ്ങിപ്പോയി. ഒപ്പം അവനും. അപ്പോഴും ആ മുറിയിൽ ചെറിയ ശബ്ദത്തിൽ സംഗീതം ഒഴുകി കിടക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ടി കഴിഞ്ഞു. ഫസ്റ്റ് നൈറ്റ് എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇത്രയൊക്കെ പറയാനേ പറ്റുള്ളൂ. നമ്മുടെ യൂട്യൂബിൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് വരും. കോപ്പിറൈറ്റ് അല്ല, മറ്റേ ഇത് വരില്ലേ, എന്തൊക്കെയോ സ്ട്രൈക്ക് വരും. അതുകൊണ്ടാണ് ഇതൊന്നും പറയാത്ത, കുറച്ച് ഓപ്പണായിട്ട് പറയാത്ത. പിന്നെ ഓപ്പണായിട്ട് പറയാൻ എനിക്കും മടിയുണ്ട്. ഞാൻ ഒരു ചെറിയ പെങ്കൊച്ചല്ലേ, നിങ്ങളെങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പോൾ ശരി, നല്ലൊരു പാർട്ടിയായിട്ട് നാളെ കാണാം കേട്ടോ. ബൈ, താങ്ക് യു.